ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പൂജാരി വന്നിട്ട് പൂജാരിയോട് ലക്ഷ്മി ചോദിക്കുകയാണ്, ചന്ദ്രികയ്ക്ക് ഇതുപോലെ പീരിയഡ്സ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാൻ സാധിക്കില്ല, എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ചന്ദ്രികയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സിദ്ധാർത്ഥിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കേട്ടപ്പോഴാണ് അവർക്കൊക്കെ ഒരു സമാധാനമായത്, ജാനകിക്കും ലക്ഷ്മിക്കും ഒക്കെ. ഞാൻ ഇതിനെക്കുറിച്ച് സിദ്ധാർത്ഥിനോട് സംസാരിച്ചിട്ട് പൂജാരിയോട് പറയാം, ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ആരതിയെ വിളിച്ചു വരുത്തിയിട്ട് അവളോട് സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ്. അപ്പോൾ ആരതി സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വിളിച്ചോ? സിദ്ധു വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, സിദ്ധു, ചന്ദ്രികയ്ക്ക് വല്ലാതെ വയറ് വേദനിക്കുന്നു, അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകണോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം ജാനകി തന്നെ പറയുന്നുണ്ട്, നേർച്ചയുള്ള കടം നമ്മൾ പിന്നീട് നീക്കി വെക്കാൻ പാടില്ല, അപ്പോൾ ചന്ദ്രികയ്ക്ക് പകരം അത് സിദ്ധു ചെയ്താൽ മതിയെന്ന് പൂജാരി പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? സിദ്ധു ഞെട്ടലോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ചന്ദ്രികയ്ക്ക് പകരമായിട്ട് ആ ഒരു നേർച്ച നീ നിറവേറ്റണം. എല്ലാം കേട്ടതിന് ശേഷം സിദ്ധാർത്ഥ് ശരിക്കും അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക എന്നുള്ളൊരു തോന്നലാണ് അവന് നിൽക്കുന്നത്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ആലോചിക്കുന്നത്? ഇല്ല, ഒന്നുമില്ലമ്മ, ഇപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചന്ദ്രികയ്ക്ക് പകരം നിങ്ങൾ വിചാരിച്ചതുപോലെ ചന്ദ്രിക ആഗ്രഹിച്ച ആ ഒരു നേർച്ചക്കടം ഞാൻ നിറവേറ്റണം അല്ലേ? പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ആ ഒരു ഭാവഭേദം കണ്ടപ്പോൾ എല്ലാവരും വല്ലാതെ ആശങ്കയിലായിട്ടുണ്ടായിരുന്നു. കാരണം സിദ്ധുവിനത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവരൊക്കെ കരുതുന്നത്. പക്ഷേ സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഇപ്പോൾ ചന്ദ്രിക ആഗ്രഹിച്ച പോലെ ആ ഒരു കടം ഞാൻ തീർക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്തോളാം. അത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. ആരതിയാണെങ്കിൽ അവനെ കളിയാക്കാനും മറക്കുന്നില്ല. അയ്യോ, ഇപ്പോഴാണ് സിദ്ധു നീ ജീവിതത്തിൽ ഒരു കാര്യം സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും ചെയ്യുന്നത്. വായി വെച്ച് വെറുതെ ഇരിക്കില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ ഒരു കിറുക്ക് കൊടുക്കുകയാണ്. ഏയ് സിദ്ധു. അതിനുശേഷം എല്ലാവരും നോക്കുന്ന സമയത്ത് എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. കാരണം സിദ്ധാർത്ഥ് ഇത്ര എളുപ്പത്തിൽ അത് സമ്മതിക്കുന്ന അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ലക്ഷ്മി നേരെ ചന്ദ്രികയുടെ അടുത്തേക്ക് മുറിയിലേക്കാണ് പോയത്. ചന്ദ്രിക, ഇപ്പം എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല അമ്മ, ഇപ്പോൾ വയറുവേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പൂജാരിയോട് സംസാരിച്ചു അമ്മ? ആ, ഞാൻ സംസാരിച്ചു മോളെ. അദ്ദേഹം ആ ഒരു നേർച്ചക്കടം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും പോകുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. അയ്യയ്യോ, ഞാൻ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെയാ അമ്മ ചെയ്യുക? അത് നീ വിഷമിക്കേണ്ട, നിനക്ക് പകരം സിദ്ധാർത്ഥ് ചെയ്താൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടത് ചന്ദ്രയ്ക്ക് ഒന്നുകൂടെ ടെൻഷനാവാണ്. അയ്യോ, എന്താ അമ്മ ഈ പറയുന്നത്? എങ്ങനെയാ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുക? പക്ഷേ ഇതല്ലാതെ മറ്റു വഴിയില്ല ചന്ദ്രിക, സിദ്ധു എങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം നീ വെച്ച ഒരു നേർച്ചക്കടം ഇവിടെ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നാണ് പൂജാരി പറഞ്ഞിട്ടുള്ളത്. സിദ്ധുവും അത് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു മോളെ. അത് കേട്ടതും ചന്ദ്രികയ്ക്ക് ആകെ വിഷമാവുകയാണ്. അവൾ പറയുന്നുണ്ട്, ഞാൻ കാരണം അദ്ദേഹമാണല്ലോ കഷ്ടപ്പെടുക. സിദ്ധു അങ്ങനെയൊന്നും കരുതില്ല മോളെ. സിദ്ധു നല്ല രീതിയിൽ തന്നെ നീ ആഗ്രഹിച്ചതുപോലെ ആ ഒരു കാര്യം ചെയ്തു തീർക്കട്ടെ. പക്ഷേ ചന്ദ്രികയ്ക്ക് അതത്ര തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ശരി, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഫോൺ ചെയ്താൽ മതി, ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് തരാം. ആ ശരി അമ്മ, ശരി എങ്കിൽ നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്നും പോവുകയാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് സിദ്ധാർത്ഥ കാര്യം ചെയ്യുന്നത് ആലോചിക്കും തോറും വല്ലാത്തൊരു ആദി തോന്നുവാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് മേഘയുടെ മുറിയാണ് കാണിക്കുന്നത്. മേഘയോട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നീ നല്ല രീതിയിൽ പരിഹാരം ചെയ്തു തീർക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാവും എന്നാണ് പൂജാരി പറയുന്നത്. അതുകൊണ്ട് നീ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടി രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഈറനോടെ 7 പ്രാവശ്യം ക്ഷേത്രം വലം വെച്ച് വരാൻ വേണ്ടിയാണ് പൂജാരി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മേഘ ഇതൊക്കെ കേട്ടിട്ടും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു മട്ടിൽ. അപ്പോൾ അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ദൈവം നിനക്ക് നീ ചെയ്ത തെറ്റിന് മാപ്പ് തരും എന്നാണ് അവർ പറയുന്നത്. അത് കേട്ട സമയത്തും മേഘയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മേഘ അത് വകവെക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മനോഹരനും പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ, ഈ പരിഹാരം നീ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്നാണ് സ്വാമി പറയുന്നത്. ശരി ശരി, എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, രാവിലെ എഴുന്നേറ്റിട്ട് ഈ പരിഹാരം ചെയ്തു തീർത്തതിന് ശേഷം പോവാം. മേഘ അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഹോ, സമാധാനായി, മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോഴാണ് മനോഹര പറയുന്നത്, മേഘ, ഒരു കാര്യം കൂടിയുണ്ട് മോളെ. എന്താ? ഇന്ന് രാത്രി ചന്ദ്രിക ഇവിടെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു പൂമെതിക്കാൻ വേണ്ടി. അപ്പോൾ ചന്ദ്രികയ്ക്ക് ശരീരത്തിന് അത്ര നല്ല സുഖമില്ല. അതുകൊണ്ട് ചന്ദ്രികയ്ക്ക് പകരം സിദ്ധാർത്ഥാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. അത് മനോഹരം പറഞ്ഞു തീർന്നതും മേഘ വല്ലാത്ത ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോക്ക് കൊണ്ട് തന്നെ മേഘ
ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ചന്ദ്രയ്ക്ക് അതിനും മാത്രം എന്ത് പ്രശ്നമാണ്? അവളോട് മര്യാദയ്ക്ക് വന്നിട്ട് ആ ഒരു നേർച്ചക്കടം നിറവേറ്റാൻ വേണ്ടി പറയും. മേഘയുടെ ആ ഒരു രോഷം കാണുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്? ചന്ദ്രികയ്ക്ക് എന്തോ ശരീരത്തിന് സുഖമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അവളോട് പൂജാരി തന്നെയാണ് പരിഹാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ പല്ലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇത്തവണയും ചന്ദ്രിക രക്ഷപ്പെട്ടു. മേഘ നഖം കടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി മനോഹരനും പരസ്പരം നോക്കുകയാണ്. ഇവളെന്തിനാ ഇതിനും മാത്രം ടെൻഷനാവുന്നതെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല മുത്തശ്ശി അവളോട് ചോദിക്കുന്നുണ്ട്, മേഘ നീ എന്തിനാ ഇത്രയധികം ടെൻഷനാവുന്നത്? അതൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ. പിന്നെയും അവർ ചോദിച്ചപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? ശരി ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. മേഘ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എന്ന ശേഷം മേഘ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ദേഷ്യത്തോടെ. മേഘ അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവൾ കുഴിവെട്ടാൻ ഏൽപ്പിച്ച ആ രണ്ടുപേരെ വിളിച്ചു വരുത്തുകയാണ്. അവർ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മേഘ പറയുന്നുണ്ട്, ചന്ദ്രിക ഇന്ന് പൂക്കുഴിയിൽ നടക്കുന്നില്ല, അവൾക്ക് പകരം സിദ്ധാർത്ഥാണ് ആ ഒരു കർമ്മം ചെയ്യുന്നത്. അത് കേട്ടതും അവരും പറയുന്നുണ്ട്, ദൈവമേ അങ്ങനെയാണെങ്കിൽ അയാളല്ലേ മരിച്ചു പോവുക. അപ്പോൾ ഇനി ഇതിൽ നിന്നും കരകയറാൻ മറ്റു മാർഗമൊന്നുമില്ലേ? മേഘ ചോദിക്കുകയാണ്. അയ്യോ ഇനി വേറൊരു വഴിയുമില്ല മാഡം. ശരി അങ്ങനെയാണെങ്കിൽ എല്ലാം വിധി പോലെ നടക്കട്ടെ, മേഘയും പറയാണ്. വേറൊന്നുമല്ല, സിദ്ധാർത്ഥിൻ്റെ സമയം അത്ര ശരിയല്ല. ശരി നിങ്ങൾ പോയിക്കോ. മേഘ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഗൗനിക്കുന്നില്ല. ചന്ദ്രികയിൽ നിന്നും അത് രക്ഷപ്പെട്ടതോർത്തത് മാത്രമേ അവൾക്ക് സങ്കടമുള്ളൂ. സിദ്ധാർത്ഥിന് ആപത്ത് വരുന്നതിന് മേഘയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അവർ പോയപ്പോൾ മേഘ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ചന്ദ്രികയുടെ ജീവിതം ഇന്ന് തീയിൽ അഗ്നിയിൽ വെന്തുരുകുമെന്ന് വിചാരിച്ചതാണ്. ഏയ് സിദ്ധു, ചന്ദ്രികയ്ക്ക് വേണ്ടി നീയല്ലേ എന്നെ ഒഴിവാക്കിയിട്ട് പോയത്? അതിന് ശിക്ഷയായിട്ട് നീ തന്നെ ഈ അഗ്നിയിൽ വെന്തുരുകിക്കോ. മേഘയുടെ മനസ്സിൽ രണ്ടുപേരോടും തീർത്താൽ തീരാത്ത വെറുപ്പുണ്ടായിരുന്നു. അതേസമയം സിദ്ധാർത്ഥിന് നടക്കാനുള്ള ആ ഒരു അഗ്നി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കാഴ്ച കാണാൻ വേണ്ടി അതിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് മുത്തശ്ശിയും മനോഹരനും വരുന്നത്. അപ്പോൾ മനോഹരനോട് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ സിദ്ധാർത്ഥ് ഇപ്പോൾ പൂമെരിക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മൾ ഇതിൽ ചേർന്നില്ലെങ്കിൽ അത് തെറ്റായിരിക്കില്ലേ? അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് പൂമെരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് കണ്ടില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. കാരണം നമ്മളെങ്ങാൻ ഇവിടെ വന്നു എന്ന് മേഘ അറിഞ്ഞാൽ അവൾ നമ്മളെ രണ്ടുപേരെ ഇതിലിട്ട് അഗ്നിക്കിരയാക്കും. അതുതന്നെയാടാ എനിക്കും പേടിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കിയാലോ? അത് പിന്നെ വലിയ കുഴപ്പമില്ല, വാ നമുക്ക് അവളോട് പോയി ചോദിക്കാം. അവർ രണ്ടുപേരും തിരിച്ച് മുറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘ എന്താ? മേഘ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞവരെ നോക്കുകയാണ്. സിദ്ധാർത്ഥ് പൂമെരിക്കാൻ പോവുകയാണല്ലോ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരട്ടെ. എന്ത്? മേഘ ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ മനോഹരനും പേടിയായിട്ടുണ്ടായിരുന്നു മേഘ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ട്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ്, അത് പിന്നെ സിദ്ധു പൂമെരിക്കുകയാണല്ലോ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അത് കണ്ടിട്ട് വരട്ടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മേഘ വലിയ താല്പര്യമൊന്നുമില്ല, കാരണം അവളുടെ വിഷയം അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അവൾ കൂളായിട്ട് പറയാണ്, ശരി പോയിട്ട് വാ. മേഘ അത്ര പെട്ടെന്ന് സമ്മതിച്ചത് കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അതിശയമായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഏയ് എന്താടാ, നമ്മൾ പോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പൊയ്ക്കോന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ മേഘയ്ക്ക് മനസ്സിലായി കാണില്ല. അതുകൊണ്ട് നമുക്ക് മേഘയുടെ മനസ്സ് മാറുന്നതിന് മുന്നേ വേഗം പോയിട്ട് വരാം. വാ ചേച്ചി എന്ന് മനോഹരൻ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ശരി മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. മേഘയും വിട്ടുകൊടുക്കുകയാണ്. രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അവർ പോയതും മേഘ ആകെ ടെൻഷനോട് കൂടി ചിന്തിക്കുകയാണ്. ഇന്ന് സിദ്ധാർത്ഥ് ആ ഒരു അഗ്നിയിൽ വീണിട്ട് പുഴുവായി മാറാൻ പോവാണ്. അത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രയധികം ഫാസ്റ്റായിട്ട് ഇവിടെ നിന്ന് പോകുന്നത്. പൊയ്ക്കോ, വേഗം പോയി നന്നായിട്ട് കണ്ടിട്ട് വാ. മേഘ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതേസമയം സിദ്ധാർത്ഥ ആ ഒരു പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുളിച്ച് വൃത്തിയായി വന്നതിന് ശേഷം ആ ഒരു മഞ്ഞൾ വെള്ളത്തിൽ അവിടെ നിന്ന് വീണ്ടും കുളിച്ചതിന് ശേഷം സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിൽ ഭസ്മവും അതുപോലെ വേപ്പിൻ്റെ ഇതുകൊണ്ടുള്ളൊരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മേഘയ്ക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സിദ്ധാർത്ഥിൻ്റെ കൈകളിലേക്കും ആ ഒരു അഗ്നി നിറച്ചൊരു ചട്ടി വെച്ച് കൊടുക്കുകയാണ്. ഒരു
തീച്ചട്ടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് ശ്രദ്ധിച്ച് പിടിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ജാനകിയുടെ ഉള്ളിങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു കർമ്മം ആയതുകൊണ്ട് തന്നെ അതിനെ അവർ ഭക്തിയായിട്ടാണ് അംഗീകരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയാണ് നിൽക്കുന്നത്. ജാനകിയും ലക്ഷ്മിയും ആരതിയും ആകാശും അതുപോലെ തന്നെ മുത്തശ്ശിയും മനോഹരനും പിന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയഭക്തിയോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥിനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് പൂക്കുഴിയിലേക്ക് നടക്കുക. ആ സമയത്ത് ഓം ശക്തി പരാശക്തി എന്ന് പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഈ അഗ്നിക്കിടയിലൂടെ നടക്കുന്ന സമയത്ത് കയ്യിലുള്ള തീച്ചട്ടി നിലത്ത് വീഴാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ നേർച്ചക്കട നിറവേറ്റാൻ സാധിക്കില്ല. ശരി പൂജാരി. അപ്പോൾ ഓം ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി സിദ്ധാർത്ഥിനോട് പറയുകയാണ്. അദ്ദേഹം തന്നെ അത് ആദ്യം ഏറ്റു പറയുന്ന സമയത്ത് സിദ്ധാർത്ഥും കൂടെ പറയുകയാണ്. സിദ്ധാർത്ഥ് ആ അഗ്നിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ആ ഒരു കനലിൻ്റെ തീച്ചൂട് കാരണം അവൻ്റെ കാല് പൊള്ളുന്നുണ്ടായിരുന്നു. അവൻ അങ്ങോട്ടേക്ക് നടക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓരോ അടിയും സിദ്ധാർത്ഥ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ ഒരു നേർച്ചക്കട നിറവേറ്റാൻ വേണ്ടി തന്നെ സിദ്ധാർത്ഥ് കയ്യിലുണ്ടായിരുന്ന തീച്ചട്ടി നിലത്തേക്ക് ഇടുകയോ അല്ലെങ്കിൽ ആ ഒരു നടത്തം പകുതി വഴിയിൽ അവസാനിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓം ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ നടക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ പരാശക്തി എന്ന് ഏറ്റു പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഓരോ അടിയും സിദ്ധാർത്ഥ് വെക്കും തോറും അവൻ ആ ഒരു തീയിലേക്ക് ഇങ്ങനെ താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവൻ ആ നടത്തം അവസാനിപ്പിക്കുന്നില്ല. ആരതിയൊക്കെ സ്നേഹം കൊണ്ടും കണ്ണീരോടെ വിളിക്കുന്നുണ്ട്, ഏട്ടാ എന്നൊക്കെ വിളിക്കുകയാണ്. ജാനകിയും കരഞ്ഞുകൊണ്ടിങ്ങനെ അത് തന്നെ അവരുടെ ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മേഘ വന്നിട്ടുണ്ടായിരുന്നു. മേഘ നോക്കുമ്പോൾ സിദ്ധാർത്ഥ് വേച്ചാണ് നടക്കുന്നത്. അഗ്നിക്കിടയിലൂടെയാണ് ഒന്നാമത് നടക്കുന്നത്. അതിനിടയിൽ അതിൽ കുഴിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. ആ ഒരു കനൽ ചവിട്ടിയിട്ട് സിദ്ധാർത്ഥിൻ്റെ കാല് ചുട്ടു പൊള്ളുന്നുണ്ട്. ആ സമയത്ത് മേഘ ഇങ്ങനെ മനസ്സിൽ പറയാണ്, സിദ്ധാർത്ഥ്, ഇന്ന് നിൻ്റെ അവസാന ദിവസമാണ്. എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയതല്ലേ, അനുഭവിച്ചോ എന്നൊക്കെ അങ്ങനെ അവൾ ചിന്തിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഓരോ സ്റ്റെപ്പ് വെക്കും തോറും താഴേക്ക് വീഴാൻ വേണ്ടി പോകുന്നത് പോലെയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി എൻ്റെ സിദ്ധുവിന് എന്തോ സംഭവിക്കാൻ പോവാണ്, ഏട്ടത്തി എൻ്റെ സിദ്ധുവിന് എന്തോ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ലക്ഷ്മി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മേൽ ഭരമേൽപ്പിച്ചാൽ മതി, സിദ്ധാർത്ഥിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ. ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഓരോ സ്റ്റെപ്പും വേദനയോട് കൂടിയാണെങ്കിൽ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മേഘയ്ക്ക് ഇങ്ങനെ അതിശയമാണ്, ഇതെന്താ ഇവനൊന്നും സംഭവിക്കാത്തതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവസാനിക്കാറായ ആ നിമിഷത്തിലേക്ക് സിദ്ധാർത്ഥ് ആ ഒരു മന്ത്രം ഉരുവിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ അവിടെ വീഴുകയാണ്. എല്ലാവരും കൂട്ടത്തോടെ സിദ്ധു എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ ദേഹം ആകെ ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. കാരണം കനലിലേക്കാണല്ലോ വീണിട്ടുള്ളത്. മേഘയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അതൊക്കെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരും അലറി വിളിക്കുന്നുണ്ടായിരുന്നു, സ്ത്രീകളൊക്കെ. അതിന് പുറമെ ആകാശും അതുപോലെ മനോഹരനും പൂജാരിയൊക്കെ ചേർന്ന് സിദ്ധാർത്ഥിനെ ആ ഒരു അഗ്നിയിൽ നിന്ന് രക്ഷിക്കുകയാണ്. പക്ഷെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും അവൻ്റെ ദേഹമൊക്കെ ഒരുപാട് സ്ഥലത്ത് പൊള്ളിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വേച്ചാണ് നടക്കുന്നത്. അപ്പോൾ ആരതിയും വന്നിട്ടുണ്ടായിരുന്നു. ആരതി സിദ്ധാർത്ഥിനോട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ജാനകിയും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോനെ സംഭവിച്ചതെന്ന്. അപ്പോൾ സിദ്ധു എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എന്താ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എന്താണെന്നറിയില്ല, നടക്കും തോറും തീയുടെ ആ ഒരു അഗ്നി താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട സമയത്ത് എല്ലാവർക്കും ഞെട്ടലുണ്ടാവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, കാല് ചെറുതായിട്ട് സ്ലിപ്പായതാണ്. സിദ്ധാർത്ഥ് അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ നടത്തം പൂർത്തിയാക്കാൻ സാധിക്കാഞ്ഞത്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ, കുഴപ്പമൊന്നുമില്ല, സിദ്ധാർത്ഥ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സിദ്ധു ജാനകി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, എന്തോ ദൈവകൃപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സിദ്ധുവിനെ കൂട്ടിക്കൊണ്ടുപോയി വാഴയിലേക്ക് എടുത്തു. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ എനിക്കൊന്നുമില്ല അമ്മ, കരയല്ലേ എനിക്കൊന്നുമില്ല അമ്മ, സിദ്ധു അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ജാനകിയുടെ അടുത്തേക്ക് വെച്ച് നടന്നു പോകുന്നുമുണ്ട്. ജാനകി അവനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ ദേഹമൊക്കെ പൊള്ളി നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മ നിങ്ങൾ സിദ്ധുവിന് ഒരാപത്തും ഇല്ലാതെ കാത്തു രക്ഷിക്കണം. അങ്ങനെ എല്ലാവരും തിരിച്ച് മുറിയിലേക്ക് പോവാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ആകെ കഷ്ടപ്പെട്ടാണ് നടക്കുന്നത്. ജാനകി ആരതിയോട് കൂട്ടാനും അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ മുത്തശ്ശിയോട് പറയാണ്, ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അറിയില്ലടാ, സിദ്ധുവിൻ്റെ ഭാഗ്യം കൊണ്ടാണ് കൂടുതലായിട്ടൊന്നും സംഭവിക്കാഞ്ഞത്. അപ്പോൾ മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ ചിന്തിക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇതിനേക്കാളും വലുത് വരും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇത്രയാണെങ്കിലും ചന്ദ്രികയ്ക്കാണ് സംഭവിച്ചതിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമാവുമായിരുന്നു. അതേസമയം ചന്ദ്രികയും മലരും മുറിയിലാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രികയാണെങ്കിൽ ആകെ വെപ്രാളത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സിദ്ധു സാറാണ് എനിക്ക് പകരം പൂ മെതിക്കാൻ പോകുന്നത്. അമ്മ ഒരു ആപത്തും സംഭവിക്കരുതേ എന്നൊക്കെ ഇങ്ങനെ മുകളിൽ നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മി ഓടിക്കതിച്ച് വരുന്നത്. ചന്ദ്രിക എന്താ അമ്മ ചന്ദ്രിക ലക്ഷ്മിയുടെ വെപ്രാളം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിന്
അമ്മ പറയമ്മ എന്താ പറ്റിയത്? ചന്ദ്രിക ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആരതി പറയുന്നുണ്ട്, അമ്മായി പറ അമ്മായി, സിദ്ധു സിദ്ധു നിനക്ക് പകരം പൂ മെതിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്താ അമ്മ, സിദ്ധു സാറിന് എന്താ പറ്റിയത്? സിദ്ധു അവിടെ പൂക്കുഴിയിൽ വീണു, അവൻ്റെ ദേഹം ആകെ തീപ്പൊള്ളലേറ്റിരിക്കുകയാണ്. അത് കേട്ട സമയത്ത് ചന്ദ്രിക ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ അമ്മ ഈ പറയുന്നത്? സിദ്ധു സാർ എങ്ങനെയാണ് തീയിൽ വീണത്? അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് പറയാണ്, അറിയില്ല, തീച്ചട്ടിയുമായിട്ട് കനലിൽ കൂടി നടക്കുന്ന സമയത്ത് കാല് താഴോട്ട് താഴോട്ട് താഴ്ന്നു പോന്നു എന്നാണ് സിദ്ധു പറഞ്ഞത്. അങ്ങനെയാണ് അവൻ അവിടെ വീണത്. അല്ലേലേ സിദ്ധു ചെയ്യുന്നു പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് വല്ലാതെ ഭയം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഇതുകൂടി കേട്ട സമയത്ത് ചന്ദ്രയ്ക്ക് സഹിക്കാനാവുന്നില്ല. അവൾ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ആലോചിച്ചിട്ട് അവൾ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. മാത്രമല്ല, ആ ഒരു അഗ്നി ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് ചന്ദ്രിക തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞെട്ടലോട് കൂടി ചന്ദ്രിക നിൽക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.